ക്കും പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിച്ചു വരുമാറാകട്ടെ. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവിനെ കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം എഴുതിയിരിക്കുന്നു: അവന്റെ നിറവിൽ നിന്ന് നിങ്ങൾക്ക് കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഒരുപക്ഷെ ഇന്ന് പകൽക്കാലം നമ്മൾ കടന്നു പോകുന്നത് വേദനയിലൂടെയായിരിക്കും, കണ്ണുനീരിലും നിരാശയിലുമായിരിക്കും, പ്രയാസത്തിലും ദുഃഖത്തിലുമായിരിക്കും. എന്നാൽ നമ്മൾ കടന്നു പോകുന്ന ഈ ജീവിത സാഹചര്യങ്ങൾ നമ്മളെ ദുഃഖത്തിലേക്കും പ്രയാസത്തിലേക്കും കണ്ണുനീരിലേക്കൊക്കെ കടത്തിവിടുമ്പോൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഈ കൃപ ഇതിനെ തകർത്ത് കളയുന്നതാണ്. ഒരുപക്ഷെ രോഗം നമുക്ക് മാറത്തില്ലായിരിക്കും, ഈ നമ്മൾ കടന്നു പോകുന്ന പ്രതിസന്ധി നമ്മൾക്ക് നീങ്ങത്തില്ലായിരിക്കും. പക്ഷേ ദൈവം പറയുകയാണ്, കർത്താവിൽ നിന്ന് യേശു ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച ഈ ദൈവകൃപയുണ്ടല്ലോ, അത് നിന്നെ രോഗം മാറിയില്ലേലും പ്രതിസന്ധി മാറിയില്ലേലും നിന്നെ ദുഃഖത്തിലേക്ക് വിടത്തില്ല, നിന്നെ കണ്ണുനീരിലേക്ക് വിടത്തില്ല. കാരണം ഈ കണ്ണുനീരിനെയും ദുഃഖത്തെയും കവിയുന്ന ഒരു വലിയൊരു ദൈവകൃപ നിന്റെ മേൽ കർത്താവ് പകരും. ഇതിനൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി: വിശ്വസിക്കുക. യോഹന്നാന്റെ സുവിശേഷം പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാവുവാൻ കർത്താവ് അധികാരം തരും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. നമുക്കറിയാം, യേശു കർത്താവിൻ്റെ ജീവിതയാത്രയിൽ കർത്താവിനെ തനിച്ച് കാണുന്നത് എപ്പോഴും പ്രാർത്ഥനാ സമയങ്ങളിൽ മാത്രമാണ്. അല്ലാത്ത സമയങ്ങളിൽ എപ്പോഴും ചുറ്റും ശിഷ്യന്മാരോ മറ്റാൾക്കാരോ കാണും. കാരണം അവൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവർക്കൊരു സമാധാനം ലഭിക്കും, അവർക്കൊരു സൗഖ്യം ലഭിക്കും, അവർക്ക് സന്തോഷം വരും. ഏത് പ്രതിസന്ധിയും പ്രശ്നത്തിൻ്റെ പ്രയാസത്തിൻ്റെയും അവസ്ഥയിലാണോ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത്, മടങ്ങി വരുമ്പോൾ അവർക്കൊരു ദൈവകൃപ ലഭിച്ചിരിക്കുമെന്നുള്ളതാണ് വാസ്തവം കാണാൻ കഴിയുന്നത്. ഈ പകൽക്കാലം നമ്മൾക്ക് ആ ദൈവകൃപ ലഭിച്ചിട്ടുണ്ടോ? നമ്മളിൽ ആ ദൈവകൃപ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുക്കൽ വരുന്ന ആൾക്കാർക്ക് സമാധാനമുണ്ടാവും. നമ്മളോട് സംസാരിക്കുന്നവർ സന്തോഷം പ്രാപിക്കും. അവർ പറയും, അവൻ എനിക്കൊരു അനുഗ്രഹമാണ്, അവൾ എനിക്കൊരു അനുഗ്രഹമാണ്. അവളോട് സംസാരിച്ചാൽ, അവനോട് സംസാരിച്ചാൽ എനിക്ക് ആശ്വാസം ലഭിക്കും. അവരുടെ കൂടെ ഇരിക്കാൻ എപ്പോഴും എനിക്ക് ഇഷ്ടമാണ്, കാരണം അവൻ്റെ മേലൊരു ദൈവകൃപയുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എൻ്റെ ബലഹീനതയിൽ ഞാൻ 3 വട്ടം പ്രാർത്ഥിച്ചു, പക്ഷെ ദൈവത്തിൽ നിന്നൊരു മറുപടി എനിക്ക് ലഭിച്ചു: എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനത തികയുന്നതാണ്. ഈ പകൽക്കാലം പ്രയാസവും ദുഃഖവും കണ്ണുനീരും വേദനയും പ്രതിസന്ധിയും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ടോ? ദൈവകൃപ പ്രാപിച്ചോ? അതിനെ തകർത്ത് കളയുന്ന ഒരു ശക്തി, അതിനെ ജയിക്കുന്ന ഒരു ശക്തി ഈ പകൽക്കാലം ദൈവം നമ്മുടെ മേൽ പകരും. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.